ശബരിയുടെ നിർദ്ദേശപ്രകാരം രാമനും ലക്ഷ്മണനും കിഴക്കോട്ട് യാത്ര തുടരുകയായിരുന്നു. ദണ്ഡകാരണ്യത്തിലെ അഗാധമായ കാട് പിന്നിട്ട് അവർ കിഷ്കിന്ധയിൽ പ്രവേശിച്ചു. ഈ ഭൂമി വാനരരാജ്യമായിരുന്നു. ശക്തിയും ചലനവും തന്ത്രവുമെല്ലാം അകമഴിഞ്ഞ കലർന്ന അത്ഭുതഭൂമി. കിഷ്കിന്ധ എന്ന വാക്കിനൊപ്പം തന്നെ ഒരു തീക്ഷ്ണമായ പ്രതീക്ഷ രാമന്റെ മനസ്സിലുയർന്നു. സീതയെ കണ്ടെത്താനുള്ള വഴിയിലൊരു പുതിയ തുടക്കം. ആ കാട് വാനര സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നുവെങ്കിലും അവിടെ ആ വാനരന്മാർ ഭീതിയിലായിരുന്നു. കാരണം രാജാവ് വാലിയുടെ ഭീകരശക്തിയും ക്രൂരവുമായ ഇടപെടലും എല്ലാവരെയും ഭീതിയിലാഴ്ത്തി. രാമനും ലക്ഷ്മണനും എത്തിയപ്പോൾ അവർ ആദ്യം കണ്ടത് ഹനുമാനെയാണ്. വാനരന്മാരിൽ ഏറ്റവും പ്രഗത്ഭനും ഏറ്റവും വിശ്വസ്തനുമായിരുന്നു ഹനുമാൻ. കൂടാതെ സുഗ്രീവന്റെ അടുത്തവൻ. ഹനുമാൻ സദാ സംശയപരമായ മനസ്സോടെ രാമനെ പരിശോധിച്ചു. പക്ഷേ രാമന്റെ ശാന്തതയും ധാർമ്മികതയും ഹനുമാന്റെ ഹൃദയം കീഴടക്കി. രാമനും ലക്ഷ്മണനും സീതയെക്കുറിച്ചുള്ള വൃത്താന്തം പറഞ്ഞപ്പോൾ ഹനുമാൻ അവരെ സുഗ്രീവന്റെ അടുത്തേക്ക് നയിച്ചു. സുഗ്രീവൻ അതീവ ഭയത്തോടെയാണ് ജീവിതം നയിച്ചിരുന്നത്. തന്റെ സഹോദരനായ വാലിയുമായി ഉണ്ടായൊരു തെറ്റിദ്ധാരണ മൂലം രാജത്വം നഷ്ടമായി. അവനിപ്പോൾ കല്ലുകളാൽ മൂടിയ കുടിലിലാണ് കഴിയുന്നത്. ഹനുമാൻ രാമനെ സുഗ്രീവന്റെ അടുക്കലെത്തിച്ചു. സുഗ്രീവൻ രാമനെ ആദരവോടെ വരവേറ്റു. സുഗ്രീവൻ വാലിയുടെ സഹോദരനും കിഷ്കിന്ധയുടെ നിർഭാഗ്യവാനായ പീഡിതനുമായിരുന്നു. തന്റെ സഹോദരൻ വാലി തന്നെ ആക്രമിച്ച് സിംഹാസനത്തിൽ നിന്ന് പുറത്താക്കിയിരുന്നു. സ്വന്തം ഭാര്യയെപ്പോലും അവൻ പറിച്ചുകൊണ്ടുപോയി. ആ ദുഃഖം അവനെ ദുരിതത്തിലാഴ്ത്തിയിരുന്നു. രാമനെ കണ്ടപ്പോൾ സുഗ്രീവന്റെ മുന്നിൽ പ്രതീക്ഷയുടെ ഒരു വിളക്ക് തെളിഞ്ഞു. രാമനും സുഗ്രീവനും തമ്മിൽ ദീർഘസംവാദങ്ങൾ നടന്നു. അവരിൽ പരസ്പര കരാർ നടപ്പിലാക്കി. നീ എന്റെ സഹോദരനെ തോൽപ്പിക്കാൻ സഹായിക്കണം. അതിനു മറുപടിയായി ഞാൻ സീതയെ കണ്ടെത്താൻ എന്റെ വാനര സൈന്യത്തെ നിയോഗിക്കാം. രാമനും സുഗ്രീവനും തമ്മിലൊരു നിബന്ധ സഖ്യമുണ്ടായി. രാമൻ വാലിയെ തോൽപ്പിച്ച് സുഗ്രീവനെ കിഷ്കിന്ധയുടെ സിംഹാസനത്തിലേക്കുയർത്തും. അതിനു മറുപടിയായി സുഗ്രീവൻ സീതയെ കണ്ടെത്താൻ അവന്റെ വാനര സൈന്യത്തെ ഉപയോഗിക്കും. ഇതൊരു ധാർമ്മികതയോടെയുള്ള കരാറായിരുന്നു. ഒറ്റപ്പെട്ടവർ തമ്മിലുള്ള സഹകരണത്തിന്റെയും വിശ്വാസത്തിന്റെയും കരാർ. സുഗ്രീവൻ തന്റെ സഹോദരന്റെ അതിശക്തിയെക്കുറിച്ചും അതിജീവിക്കാൻ കഴിയാത്ത ശക്തിയെക്കുറിച്ചും രാമന് വിവരിച്ചു നൽകി. പക്ഷേ രാമൻ ഉറപ്പു നൽകി, നീ കാണൂ, ഞാൻ വാലിയെ നിഷ്ക്രിയനാക്കും. നീ മനസ്സിലാക്കേണ്ടത് നീ നീതി തേടുകയാണ്. തുടർന്ന് സുഗ്രീവൻ വാലിയെ യുദ്ധത്തിനായി വിളിച്ചു. സുഗ്രീവനും വാലിയും രണ്ടുപേരും തമ്മിൽ ഏറ്റുമുട്ടുന്നു. ഇരുവരുടെയും രൂപം ഒരേപോലെയാണ്. വാനരസങ്കേതത്തിൽ ജനിച്ചതിനാൽ ഒരേ വേഷം, ഒരേ ശൈലി. ആദ്യം രാമൻ വാലിയെ യുദ്ധത്തിനിടയിൽ അടിക്കണമെന്നതിൽ സംശയിച്ചു. രണ്ടുപേർക്കിടയിലെ വ്യത്യാസം മനസ്സിലാക്കാൻ പ്രയാസമുണ്ടായിരുന്നു. എന്നാലും പിന്നീടുള്ള യുദ്ധത്തിൽ രാമൻ തന്റെ വാക്ക് പാലിച്ചു. വാലിയെ അമ്പുകൊണ്ട് വധിച്ചു. വാലിയുടെ വധമെന്നത് രാമന്റെ ധാർമ്മികതയ്ക്കും രാജധർമ്മത്തിനുമുള്ള പരീക്ഷണമാണ്. വാലി രാമനോട് ചോദിച്ചു, നീ എന്റെ ശത്രുവല്ല. എനിക്ക് നേരെ വരാതെ ഒളിച്ചുനിന്ന് അമ്പുവിട്ടത് നീതിയാണോ? രാമൻ ധാർമ്മികമായ രാജനീതിയുടെ അടിസ്ഥാനത്തിലുള്ള ഉത്തരമാണ് നൽകിയത്. നീയൊരു രാജാവാണ്, എന്നാൽ നീ നീതിച്യുതനാണ്. നീ സഹോദരന്റെ ഭാര്യയെ അനാവശ്യമായി അവകാശപ്പെട്ടു. നീ രാജകീയ ധർമ്മം തെറ്റിച്ചു. അതിനാണീ ശിക്ഷ. ഞാൻ ഇരുട്ടിൽ നിന്നാണ് അമ്പുവിട്ടത്. എനിക്ക് നിന്നെ ശക്തിയും വേഗതയും കൊണ്ട് നേരിട്ട് പൊരുതാം. പക്ഷെ നീ അനീതികാരനാണ്. അതിനാൽ ഞാൻ എന്റെ രാജധർമ്മം പാലിച്ചു വേണം. രാമൻ നിശ്ചലമായി മറുപടി പറഞ്ഞു. വാലി രാമന്റെ വാക്കുകൾ കേട്ട ശേഷം തലകുനിച്ചുകൊണ്ട് ഒടുവിൽ സമ്മതിക്കുന്നു. നീ ശരിയാണ്. നീ എന്റെ കണ്ണുകളിൽ ധർമ്മത്തിന്റെ അർത്ഥം തുറന്നു തന്നു. അവൻ തന്റെ മകനായ അംഗദനെ സുഗ്രീവന്റെ കീഴിൽ സേവിക്കാൻ ഉപദേശിക്കുകയും രാമനെ ശാപമല്ല ആശീർവാദം നൽകി വിടുകയും ചെയ്യുന്നു. അത് നീതിയും സത്യത്തിന്റെയും തുടക്കമായിരുന്നു.